അപ്പോ ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ മോഡൽ, ആ പേര് തന്നെ എല്ലാം ഉണ്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ വളരെ സിമ്പിൾ എക്സാമ്പിൾ പറയാം. കേരളത്തില് ട്രിവാൻഡ്രം എന്ന നമ്മുടെ ക്യാപിറ്റൽ സിറ്റി ഉണ്ട്. ഈ ക്യാപിറ്റൽ സിറ്റിയുടെ കറക്റ്റ് നടുക്കാണ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, വലിയൊരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിംഗ് KSRTC സ്റ്റാൻഡാണ്, KSRTCയുടെ സ്റ്റാൻഡാണ്. അപ്പൊ ഈ വലിയ ബിൽഡിങ്ങിന്റെ അകത്താണ് KSRTC ബസ്സുകൾ കയറി കിടക്കുക, സ്റ്റാൻഡാണ്. ബസ് കയറുന്നു ഇറങ്ങി പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ ഈ വലിയൊരു ബിൽഡിംഗ് ഇല്ലേ, ഈ ബിൽഡിംഗ് ശരിക്കും പറഞ്ഞാൽ KSRTC പണിത ബിൽഡിംഗ് അല്ല. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലം, ആ ബസ് കയറി പോകുന്ന ആ ഒരു പ്രോപ്പർട്ടി KSRTCയാണ്, പക്ഷെ ബിൽഡിംഗ് അല്ല. ഈ ബിൽഡിംഗ് ആരാണ് പണിതെന്ന് ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനാണ് പണിതെന്ന് വിചാരിക്കുക. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ആ ബിൽഡിംഗ് ആരുടെയാണ്? ബിൽഡിംഗ് ഞാൻ പണിത് കൊടുക്കുവാണ്. ആർക്ക് പണിത് കൊടുക്കുവാണ്? KSRTCക്ക് പണിത് കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ KSRTC പറയുവാണ്, നിനക്ക് ആ ബിൽഡിംഗ് സാറേ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. സാറേ വോയിസ് ആകാംക്ഷ, സൗണ്ട് കേൾക്കാമോ? കേക്കാം സാർ. സ്ക്രീൻ വന്നോ? വന്നുണ്ട്. അഞ്ജലി, സ്ക്രീൻ വന്നോ? സാർ വന്നു. അപ്പോ നമുക്ക് വീണ്ടും ഞാൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ലെറ്റ്സ് സ്റ്റാർട്ട് അഗൈൻ. സോ ഇൻ ദിസ് സെഷൻ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ മോഡൽ. അപ്പൊ എന്താണ് ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ, കേരളത്തില് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ട്രിവാൻഡ്രം സിറ്റിയിലെ നടുക്ക് വി ഹാവ് എ KSRTC ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഈ KSRTC ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടില് വളരെ വലിയൊരു ബിൽഡിംഗ് പണിത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബിൽഡിംഗ് പണിത് ഞാനാണെന്ന് വിചാരിക്കാം. സോ ഐ ജസ്റ്റ് ബിൽഡ് എ ബിൽഡിംഗ് ഫോർ KSRTC. അപ്പൊ KSRTCക്ക് വേണ്ടി ഞാൻ ആ ബിൽഡിംഗ് പണിതപ്പോ എനിക്ക് എത്ര രൂപ ചെലവായി? 100 കോടി ചെലവായി, 100 crore. അപ്പം KSRTC പറയാണ് 100 crore തരാനൊന്നുമില്ല, അത്രയും പൈസ തരാൻ ഞങ്ങളുടെ ഇല്ല, ഞങ്ങൾ ഓൾറെഡി നഷ്ടത്തില്ല. പക്ഷെ നിനക്കൊരു കാര്യം ചെയ്യാൻ പറ്റും, നിനക്ക് ഒരു 50 years, 50 വർഷത്തേക്ക് ആ ഒരു ബിൽഡിംഗ് നിനക്ക് ഓപ്പറേറ്റ് ചെയ്യാം. യു ക്യാൻ ഓപ്പറേറ്റ്. അപ്പൊ നിനക്ക് അവിടെ വേറെ ആൾക്കാർക്ക് എന്ത് കൊടുക്കാം? അവിടുത്തെ ജ്യൂസ് കട വേണമെങ്കിൽ നമുക്ക് വാടകയ്ക്ക് കൊടുക്കാം, ബുക്ക് സ്റ്റോൾ കൊടുക്കാം, അല്ലെങ്കിൽ സിനിമാ തിയേറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിൽ നിനക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഫോർ 50 years. ആഫ്റ്റർ 50 years നീ എന്ത് ചെയ്യണം? നീ ഞങ്ങൾക്ക് ആ ബിൽഡിംഗ് അടക്കം ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഈ 50 years കൊണ്ട് എനിക്ക് എന്ത് കിട്ടും? 50 years കൊണ്ട് ചിലപ്പോൾ എനിക്കൊരു 150 crore rupees കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ പ്രോഫിറ്റ് എത്ര? 50 കോടി എന്റെ പ്രോഫിറ്റ് ആയി. ഇതൊരു ബിസിനസ് മോഡലാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇന്ത്യയില് ഇപ്പൊ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറെ ബിസിനസ് മോഡലുകൾ ഉണ്ട്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ബിൽഡ്, ഓപ്പറേറ്റ്, ട്രാൻസ്ഫർ. എന്റെ മലയാളം ആലോചിച്ച് നോക്കിയേ. ആദ്യം പണിത ശേഷം അത് നടത്തിക്കൊണ്ട് പോവുക, നടത്തിയ ശേഷം കുറച്ചു കാലം കഴിയുമ്പോൾ അത് സർക്കാരിലേക്ക് തിരിച്ചു കൊടുക്കുക. അപ്പൊ സർക്കാർ ഹാപ്പി, നിങ്ങൾ ഹാപ്പി, എല്ലാവർക്കും ലാഭം. അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യയിലെ നാഷണൽ ഹൈവേ
ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പല പല പരിപാടികളും ഇന്ത്യയിൽ നടത്തുന്നത്. റോഡ് പണിയുന്നതൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്കറിയാലോ, നിങ്ങൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ടോൾ പ്ലാസ വരുന്നില്ലേ? അപ്പൊ ടോൾ പ്ലാസയില് കമ്പനിക്കാർ, ആ റോഡ് പണിത കമ്പനിക്കാരാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നത്. അപ്പൊ 700 കോടിയുടെ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ തൃശ്ശൂർ പാലിയേക്കര ടോൾ പ്ലാസ 800 കോടിയാണ് അവരുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ അവരിപ്പോ 1500 കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവർക്ക് ഭയങ്കര ലാഭം അതിന്നുണ്ട്. സോ എന്നിട്ട് അവര് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനെ പല പല മോഡൽസ് ഉണ്ട് ഇന്ത്യയിൽ. ഓക്കെ, ആ മോഡൽസില് ഹൈവേയില് വേറൊരു മോഡലാണ് ഹൈബ്രിഡ് ആനുവിറ്റി മോഡൽ, അതുപോലെ തന്നെ BOOT മോഡൽ. അങ്ങനെ കുറച്ച് മെത്തേഡ്സ് അല്ലെങ്കിൽ മോഡൽസ് നമുക്ക് നോക്കാനുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ടോപ്പിക്. അപ്പം 2-3 ഇൻവെസ്റ്റ്മെന്റ് മോഡലുകളാണുള്ളത്. ഒന്ന് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് മോഡൽ. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ആ പ്രൊജക്ട് മുഴുവൻ പണിയുന്നത് കംപ്ലീറ്റ്ലി പബ്ലിക്, ഗവൺമെന്റ് തന്നെ പൈസ എടുത്താണ് മുഴുവൻ പണിയുന്നത്. അവിടെ വേറെ ആർക്കും ഒന്നുമില്ല. രണ്ടാമത്തെ മോഡൽ എന്താണ്? പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് മോഡൽ. അപ്പൊ അതിന്റെ മീനിങ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി, പ്രൈവറ്റ് കമ്പനിക്കാരാണ് മുഴുവനായിട്ടും പൈസ കൊടുത്ത് പണിയുന്നത്. മൂന്നാമത്തെ എന്താണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡൽ. അപ്പൊ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി, രണ്ടുപേരും കൂടെ ഷെയർ ഇട്ട്, സെൻട്രൽ ഗവൺമെന്റും ഒരു പ്രൈവറ്റ് കമ്പനിക്കാരുടെ ഷെയർ ഇട്ടിട്ട്, ഒരേപോലെ ഷെയർ ഇട്ടിട്ടാണ് ആ മോഡൽ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് PPP മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, PPP മോഡൽ. അപ്പൊ ഈ മോഡലിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, കോമൺലി അഡോപ്റ്റ് മോഡൽ PPP ആണ്. അതിന്റെ അകത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് പ്രോക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ EPC മോഡലും, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡലും, ബിൽഡ് ഓപ്പറേറ്റ് ലീസ് എന്ന് പറഞ്ഞാൽ നടത്തിപ്പ് അവകാശം കൊടുത്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന മോഡലും, ഹൈബ്രിഡ് ആനുവിറ്റി മോഡലും ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എഞ്ചിനീയറിംഗ് പ്രോക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തന്നെ അവരുടെ മെഷീനറീസ്, അവരുടെ സാധനങ്ങള്, അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് പരിപാടികള്, അതിലെ കോൺട്രാക്ടർമാരുടെ എക്സ്പീരിയൻസ് ഒക്കെ പുറത്തു നിന്ന് വാടകയ്ക്ക് എടുക്കുവാണ്. സോ എന്താ ചെയ്യുന്നത്? ഗവൺമെന്റ് ഇൻവൈറ്റ്സ് എഞ്ചിനീയേഴ്സ്, എക്സ്പെർട്ടൈസ് കോൺട്രാക്ടർ, അല്ലെങ്കിൽ സാധനം റോ മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിക്കാരെ ഒക്കെ ഇങ്ങോട്ട് വിളിച്ച് അവരെ ഉപയോഗിച്ചിട്ട് ഒരു റോഡ് പണിയോ അല്ലെങ്കിൽ പാലം പണിയോ ചെയ്യുവാണ്. അതിനെയാണ് എഞ്ചിനീയറിംഗ് പ്രോക്യൂർമെന്റ് കൺസ്ട്രക്ഷൻ മോഡൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മോഡൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ. അപ്പൊ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായിട്ട്. മൂന്നാമത്തെ, അതിനോട് ഒരു സാധനം നമ്മൾ ചേർത്തു, എന്നും കൂടെ ചേർത്തു, ബിൽഡ് ഓപ്പറേറ്റ് ലീസ് ട്രാൻസ്ഫർ മോഡൽ, ബോൾട്ട്. ഓക്കെ, അപ്പൊ ലീസിന് എടുക്കാന്ന് പറഞ്ഞാൽ എന്താ? വാടകയ്ക്ക് എടുക്കുക കുറച്ചു കാലം കൂടെ. അപ്പൊ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ചാൾ വാടകയ്ക്ക് കൂടെ എടുക്കുവാണെങ്കിലാണ് ആ ബോൾട്ട് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരിക. അടുത്ത എന്താ? ഹൈബ്രിഡ് ആനുവിറ്റി മോഡൽ, ഹാം മോഡൽ എന്ന് പറയും. ഹാം മോഡൽ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? കോമ്പിനേഷൻ ആണ് ഇൻ വിച്ച് ഗവൺമെന്റ് മേക്സ് പേയ്മെന്റ് ഇൻ എ ഫിക്സഡ് എമൗണ്ട്. ഓക്കെ, ഇൻ ദ ബിഗിനിങ്, സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പൈസ കൊടുക്കും, എന്നിട്ട് ബാക്കിയൊക്കെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു തീർക്കും എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഹാം മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി റെസ്റ്റ് ഓഫ് ദ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഉണ്ട്, ദാറ്റ് യു ക്യാൻ റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ ബേസിക്കലി നമ്മളോട് നമ്മുടെ എക്സാമിൽ ചോദിക്കുക, ബോൾട്ട് എന്ന മോഡലിന്റെ ഫുൾ ഫോം എന്താണ്? PPP മോഡലിന്റെ ഫുൾ ഫോം എന്താണ്? എന്താണ് PPP മോഡൽ? മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് പൈസ കൊടുക്കുന്ന മോഡൽ ഏതാണ്? ഓക്കെ, ലീസ് ഉപയോഗിക്കുന്ന മോഡൽ ഏതാണ്? ഇങ്ങനെയൊക്കെ പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിമറിച്ച് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ടോപ്പിക് വിച്ച് വി നീഡ് ടു ഡിസ്കസ്, ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മോഡൽ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ, രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക്. അപ്പൊ ഇതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഹൈവേ ഒക്കെ പണിയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇന്ത്യയിൽ ഹൈവേ പണിയുന്ന ആരാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, NHAI ആണ്. അത് നമ്മുടെ യൂണിയൻ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ, ആ മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്നത്. അപ്പൊ ഇവരൊരു ഓട്ടോണോമസ് ഏജൻസി, അവർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ ആലോചിച്ച് ചെയ്യാം. ഇന്ത്യയിൽ ഏകദേശം 70,000 കിലോമീറ്റേഴ്സ് നാഷണൽ ഹൈവേ ഉണ്ടെന്നാണ്. ഓക്കെ, അപ്പം ഈ ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം റോഡ് പണിക്ക് വേണ്ടി മാത്രം തുടങ്ങിയതാണ്. എന്നാണ് 1988 നിയമം കൊണ്ടുവന്നിട്ടാണ്. അങ്ങനെയാണ് ഇന്ത്യയില്. അപ്പൊ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ട് 1988 ബലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ്. അതുകൊണ്ട് ഈ NHAI ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി എന്നുള്ള വാക്കിന്റെ മീനിങ് എന്താണ്? സ്റ്റാറ്റ്യൂട്ട് മീൻസ് ലോ. അപ്പം ഏതെങ്കിലും ഒരു ലോയിനെ, ബേസ്ഡ് ഓൺ എ ലോ, ദ ബോഡി ഈസ് വർക്കിംഗ് ആൻഡ് ഫംഗ്ഷനിങ്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. Okay, so this is the first topic which we need to discuss in this session, that is BOT model. മറ്റ് മോഡൽസും ഓർത്തു.
നെക്സ്റ്റ് ടോപ്പിക് വി ആർ ടോക്കിംഗ് അബൌട്ട് ഇസ് UAPA. പത്രത്തിലൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആക്ട് ആണ് UAPA. UAPA എന്ന് പറഞ്ഞാൽ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. നിയമാനുസൃതമല്ലാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അതിൽ നിന്ന് തടയുന്ന നിയമം. ദാറ്റ് ഈസ് UAPA. പാർലമെന്റ് കൊണ്ടുവന്ന നിയമമാണ്. പ്രശ്നമുണ്ട് ഈ സാധനത്തിന്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഗവൺമെന്റ് ഈ നിയമം ഉപയോഗിച്ച് അനാവശ്യമായിട്ട് ആൾക്കാരെ തടങ്കലിൽ വെക്കാറുണ്ട്. അപ്പൊ അതാണ് പത്രത്തിൽ വരാൻ കാരണം. ഓക്കെ, ബർഷാശ്രീ ബുർഗോഹിൻ ഒരു 19 വയസ്സുകാരനാണ്. ആസാമില് അയാളെ UAPA വെച്ചിട്ട് പോലീസുകാർ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. ഓക്കെ, അയാൾ ആ ഒരു പെൺകുട്ടി ചെയ്ത തെറ്റെന്ന് വെച്ചാൽ പെൺകുട്ടിയെ തെറ്റെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഫേസ്ബുക്ക് പ്രൊഫൈലില് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അപ്പൊ ഈ ചെറിയൊരു കാര്യം ചെയ്തപ്പോൾ തന്നെ ഇപ്പൊ ഉൾഫ 1 എന്നൊരു ഈ ആസാം നോർത്ത് ഈസ്റ്റേൺ മേഖലകളില് ചില തീവ്രവാദ സംഘടനകളുണ്ട്, ഉൾഫ എന്നൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സംഘടനകളുടെ എന്തെങ്കിലുമൊക്കെ പോസ്റ്റർ ഫേസ്ബുക്കിൽ പ്രൊഫൈൽ ഇട്ടതായിരിക്കും. അപ്പൊ തന്നെ നമ്മൾ UAPA ഉപയോഗിച്ചിട്ട് വലിയൊരു ക്രൈം ചാർജ് ചെയ്തിട്ട് ആ കുട്ടീനെ അറസ്റ്റ് ചെയ്തു. ഇത് കേരളത്തിൽ ഒത്തിരി അടുത്ത് മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. മിസ്യൂസ് ചെയ്യുന്ന ആക്ടുകളിൽ ഏറ്റവും വലിയൊരു ആക്ട് ആണ് UAPA ആക്ട്. വളരെ ഈസി ആയിട്ട് അറസ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത് ഒരാൾക്കെതിരെ ഈ ഒരു ആക്ട് കൊണ്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു ചാർജ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ FIR ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം 180 ഡേയ്സ് ആഫ്റ്റർ ദ അറസ്റ്റ് ഹി ക്യാൻ ബി ഫയൽഡ് മാക്സിമം 180 ഡേയ്സ് ആഫ്റ്റർ ദ അറസ്റ്റ്. ഇപ്പൊ 90 ദിവസത്തിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. അത്രയും ആ 90 ദിവസത്തിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജാമ്യം കിട്ടും. പക്ഷെ പോലീസുകാര് എങ്ങനെയെങ്കിലും ആ 90 ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യും. കാരണം എന്താ, അവർ അറസ്റ്റിൽ നിന്ന് പുറത്തു പോയിരിക്കും. ഓക്കെ, അപ്പൊ ഈ UAPA ആക്ടില് 2019 ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങൾ എന്ന് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയില് ഈ ടെററിസം പോലുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ നാർക്കോട്ടിക്സ്, ഡ്രഗ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ സെക്യൂരിറ്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു സംഘടനയുണ്ട്. ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഓക്കെ, അപ്പൊ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പരിഗണന കൊടുക്കുന്നുണ്ട്. ഈ UAPA 2019. ഓക്കെ, സോ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് കേസസ് ക്യാൻ ബി കണ്ടക്ട് ബൈ ഓഫീസേഴ്സ് ഓഫ് എ റാങ്ക് ഓഫ് DSP ആൻഡ് ACP ഓർ എബോവ്. ഇതാണ് ഈ ഒരു UAPA അമെന്റ്മെന്റ് വന്നത്. അപ്പം ഇങ്ങനൊരു അമെന്റ്മെന്റ് വരുമ്പോ ഇവർക്ക് പവർ കിട്ടുവാണ്. ആർക്ക് പവർ കിട്ടും? എംപവേഴ്സ് ദ ഓഫീസേഴ്സ് ഓഫ് NIA റാങ്ക് ഓഫ് ഇൻസ്പെക്ടർ ആൻഡ് എബോവ് ടു ഇൻവെസ്റ്റിഗേറ്റ് കേസസ്. അപ്പൊ ഇത് UAPA ഇങ്ങനെ മാറ്റം വന്നപ്പോ ഇൻസ്പെക്ടർ റാങ്കിൽ തൊട്ട് മുകളിലോട്ടുള്ളവർക്ക് കേസ് അന്വേഷിക്കാം എന്നായി. ഓക്കെ, സോ ഇതൊരു വലിയൊരു ചേഞ്ച് ആണ്, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, സോ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് 1967 മറന്നു പോയത്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ഇൻ ദിസ് സെഷൻ ഈസ് അബൌട്ട് ദ ഗ്രൗണ്ട് വാട്ടർ എക്സ്ട്രാക്ഷൻ. ഗ്രൗണ്ട് വാട്ടർ എന്താണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു പടം വരയ്ക്കാം. ഗ്രൗണ്ട് വാട്ടർ. അപ്പോ ഗ്രൗണ്ട് വാട്ടർ വരയ്ക്കണമെങ്കിൽ ഒരു മിനിറ്റ്, ഐ എം ബ്രേക്കിംഗ്. ഞാൻ നോട്ടിലേക്ക് തിരിച്ചു വരാം. വൈറ്റ് സ്ക്രീൻ എടുക്കട്ടെ. ഇതിന്റെ വൈറ്റ് സ്ക്രീൻ ഇപ്പം അപ്ഡേഷൻ. ഓക്കെ, 1 മിനിറ്റ്, ഹോൾഡ് ഓൺ. യെസ്, അപ്പോ നമുക്കറിയാം ഇപ്പൊ ഒരു വലിയൊരു ലാൻഡ്, ഇങ്ങനെ ഒരു ലാൻഡ് ഉണ്ടെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഈ ലാൻഡ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനോട് ചേർന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ കിടക്കും. ഓക്കെ, സോ ഒരു പുഴയാണ് അല്ലെങ്കിൽ ഒരു കുളം എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഈ കുളത്തിനോട് ചേർന്ന് ഈ ലാൻഡിന്റെ താഴെയായിട്ട്, പച്ചപ്പുള്ള ലാൻഡിന്റെ താഴെയായിട്ട് എന്തുണ്ടാവും? ഒരു ബ്രൗൺ കളറിൽ മണ്ണൊക്കെ ഉണ്ട്. ഓക്കെ, മണ്ണുണ്ടാവും. ഒരു മിനിറ്റ്. ഓക്കെ, മണ്ണുണ്ടാവും ഇവിടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ വെള്ളം എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് എന്താ ഇവിടെ ചെറിയ കുളത്തിന്റെ അകത്ത് കിടക്കുന്നുണ്ടോ? അതായത് ഈ പച്ചപ്പുള്ള സ്ഥലത്തിന്റെ കുളത്തിനുള്ളിൽ കിടക്കാം.
ഈ കുളത്തിലേക്ക് വെള്ളം എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക? ആകാശത്ത് നിന്ന് മഴയായിട്ട് പെയ്യുന്ന വെള്ളം. അങ്ങനെ മഴയായിട്ട് പെയ്യുന്ന വെള്ളം നിലത്ത് വീണിട്ട് നിലത്തുനിന്ന് അത് ഒഴുകി ഈ കുളത്തിൽ വരും. ഇങ്ങനെ ഒഴുകി പോകുന്ന വെള്ളത്തിനെയാണ് നമ്മൾ എന്താ പറയാ? റൺ ഓഫ് എന്ന് പറയുന്നത്. നിങ്ങൾ സ്ക്രീൻ ചെറുതായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു മിനിറ്റ് ബാക്കിലേക്ക് നോക്കി. റണ്ണിങ് വാട്ടർ എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനമാണ് റൺ ഓഫ്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. റൺ ഓഫ്, ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നതിന് റൺ ഓഫ് എന്ന് പറയും. അങ്ങനെ ഒഴുകിപ്പോയി ഈ വെള്ളം അവിടെ വന്ന് കിടക്കുവാണ്, ഒരു കുളത്തിൽ കിടക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സർഫസ് വാട്ടർ. ഓക്കെ, സർഫസ് വാട്ടർ. ഈ സർഫസ് വാട്ടറിൽ നിന്ന് ചെറിയ അരുവിയായി ഒഴുകി ഈ പറഞ്ഞ പുഴയിലേക്ക് വെള്ളം പോവാം. ഓക്കെ, അങ്ങനെ ഒഴുകി പോകുന്നതിനെ നമ്മൾ എന്ത് പറയാം? നമ്മൾ അതിനെ പറയും സ്ട്രീം ഫ്ലോ. സ്ട്രീം ഫ്ലോ, അരുവി ഒഴുകിപ്പോയി എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് യൂഷ്വലി പോയിന്റ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ? ഇപ്പം ഇത് ഞാൻ ഈ പറഞ്ഞ എന്താണ്? സർഫസിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ലെവലിലുള്ള ഒരു വെള്ളത്തിന്റെ മൂവ്മെന്റ് ആണ്. അങ്ങനെ വെള്ളത്തിന്റെ മൂവ്മെന്റ് ഇങ്ങനെ ഒഴുകി, സ്ട്രീം ഫ്ലോ ഒഴുകി ഇതിങ്ങനെ ഒരു വലിയൊരു പുഴയിലോ അല്ലെങ്കിൽ കടലിലോ വന്നു കഴിയും. ഈ കടലിൽ നിന്ന് എന്താവും? ഇത് വെള്ളം മുകളിലേക്ക് എവാപ്പറേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, സോ എവാപ്പറേറ്റ് ചെയ്ത് പോകും. എവാപ്പറേഷൻ. ഓക്കെ, എവാപ്പറേറ്റ് ചെയ്ത് പോയി. എവാപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ആകാശത്ത് എത്തിക്കഴിയുമ്പോൾ അവിടെ എന്ത് പറ്റും? അവിടെ വെച്ച് ഈ വെള്ളം പതുക്കെ കട്ടി പിടിക്കും. സോ ഇറ്റ് വിൽ ഈക്വൽസ് കണ്ടൻസേഷൻ. CONDEN. ഓക്കെ, കണ്ടൻസേഷൻ. അവിടെ എന്താ പറയാ? ഐസ് കട്ട പോലെയായി. അപ്പൊ ഇത് കാർമേഘം ഉണ്ടായി. ഈ കാർമേഘം കുറച്ചുകൂടെ കഴിഞ്ഞ് കാറ്റ് കടിച്ചു കഴിയുമ്പോൾ എന്തായി? ആ സാധനം മഴയായിട്ട് താഴോട്ട് വീഴുവാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയാ? പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റെയിൻഫോൾ. ഓക്കെ,